അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര യുദ്ധത്തിനിടയിൽ അപ്രതീക്ഷിതമായ ചില നീക്കങ്ങളിലൂടെ ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ് രണ്ട് ഇറാനിയൻ വനിതകൾ. ആഡംബരത്തിന്റെ നെറുകയിൽ അമേരിക്കയിൽ ജീവിച്ചുകൊണ്ട് തന്നെ അമേരിക്കൻ വിരുദ്ധത ആഘോഷിച്ചുവെന്ന ആരോപണമാണ് ഹമീദ് സുലൈമാനി അഫ്ഷറിനെയും മകൾ സരിസാദത്ത് ഹുസൈനെയും ഇപ്പോൾ നിയമക്കുരുക്കിലാക്കിയിരിക്കുന്നത്. കൊല്ലപ്പെട്ട ഇറാനിയൻ സൈനിക കമാൻഡർ ഖാസിം സുലൈമാനിയുടെ അടുത്ത ബന്ധുക്കളായ ഇവരെ നാടുകടത്താനുള്ള നീക്കത്തിലാണ് US ഭരണകൂടം. ഇറാനുമായുള്ള സംഘർഷങ്ങളിൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുന്നത് ഇരുവരും ആഘോഷിച്ചുവെന്ന ഗൗരവകരമായ വെളിപ്പെടുത്തൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് നടത്തിയത്. ഇതേ തുടർന്ന് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഇരുവരുടെയും ഗ്രീൻ കാർഡ് റദ്ദാക്കുകയും ലോസ് ആഞ്ചലസിൽ വെച്ച് ഇമിഗ്രേഷൻ വിഭാഗം ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇറാനിലെ കടുത്ത ഇസ്ലാമിക നിയമങ്ങൾക്ക് കീഴിൽ ജീവിക്കുന്ന സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ആഡംബര ജീവിതമാണ് ഇവർ അമേരിക്കയിൽ നയിച്ചിരുന്നത്. വില കൂടിയ ഡിസൈനർ വസ്ത്രങ്ങൾ, ഷാംപെയിൻ പാർട്ടികൾ, ആഡംബര കാറുകൾ, ഹെലികോപ്റ്റർ യാത്രകൾ എന്നിങ്ങനെ ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ സമ്പന്നമായ ജീവിതത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു. 2015 ടൂറിസ്റ്റ് വിസയിലെത്തിയ ഹമീദും പിന്നീട് സ്റ്റുഡന്റ് വിസയിലെത്തിയ മകളും 2019 US അഭയം തേടുകയായിരുന്നു. എന്നാൽ ഇതേ ഹമീദ് സുലൈമാനി തന്നെ ഗ്രീൻ കാർഡ് ലഭിച്ച ശേഷം 4-ലധികം തവണ ഇറാനിലേക്ക് യാത്ര നടത്തിയതായി പൗരത്വ അപേക്ഷയിൽ വെളിപ്പെടുത്തിയത് അധികൃതരെ ഞെട്ടിച്ചു. ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് അഭയം ചോദിച്ചവർ അതേ നാട്ടിലേക്ക് തന്നെ തുടർച്ചയായി യാത്ര ചെയ്യുന്നത് ഇവരുടെ അവകാശവാദങ്ങൾ വ്യാജമാണെന്ന നിഗമനത്തിലേക്ക് അധികൃതരെ എത്തിച്ചു. നുരഞ്ഞു പൊന്തുന്ന ഷാംപെയിൻ കുപ്പികളും വില കൂടിയ കാറുകളും ആഡംബര പാർട്ടികളുമെല്ലാം നിറഞ്ഞതായിരുന്നു ഇരുവരുടെയും US ജീവിതം. ഇതിന്റെ ചിത്രങ്ങൾ പതിവായി സമൂഹമാധ്യമത്തിലും പങ്കുവയ്ക്കുമായിരുന്നു. 2015 ജൂണിൽ ടൂറിസ്റ്റ് വിസയിലാണ് ഹമീദ് സുലൈമാനി അഫ്ഷർ US വ്യത്യസ്തമായ സ്വർണ്ണാഭരണങ്ങൾ ധരിച്ച ചിത്രങ്ങളും ഹെലികോപ്റ്ററുകളിൽ വിശ്രമിക്കുന്ന ചിത്രങ്ങളും പതിവായി ഹമീദ് പങ്കുവയ്ക്കുമായിരുന്നു. സ്റ്റുഡന്റ് വിസയിലാണ് മകൾ US ബിക്കിനി ധരിച്ച് കുളത്തിനരികിലെ ലോഞ്ചിൽ വിശ്രമിക്കുന്ന സരിസാദത്ത് ഹുസൈനിയുടെ സമൂഹമാധ്യമത്തിലെ ചിത്രങ്ങൾ വലിയ വിവാദമായി മാറിയിരുന്നു. സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ കടുത്ത നിബന്ധനകളുള്ള ഇറാനിലെ നയത്തിന് വിരുദ്ധമാണ് അന്തരിച്ച ഇറാനിയൻ സൈനിക കമാൻഡർ ഖാസിം സുലൈമാനിയുടെ ബന്ധുവിന്റെ പ്രവർത്തനമെന്നായിരുന്നു വിവാദത്തിന് കാരണം. 2019 US ഇരുവരും അഭയം തേടിയത്. 2021 അമ്മയ്ക്കും 2023 മകൾക്കും ബൈഡൻ ഭരണകൂടത്തിന് കീഴിൽ ഗ്രീൻ കാർഡ് കിട്ടിയിരുന്നു. 2025 ജൂലൈയിൽ നാച്ചുറലൈസേഷനിലുള്ള അപേക്ഷയിൽ, അതായത് പൗരത്വത്തിനുള്ള അപേക്ഷയിൽ ഗ്രീൻ കാർഡ് കിട്ടിയ ശേഷം കുറഞ്ഞത് 4 തവണയെങ്കിലും താൻ ഇറാനിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെന്ന് ഹമീദ് വെളിപ്പെടുത്തിയെന്നും ഇത് അഭയാർത്ഥിയാണെന്ന് അവകാശവാദം തള്ളിക്കൊണ്ടിരിക്കുകയാണ് അധികാരികൾ. അതേസമയം ഹമീദ് എന്ന ഭർത്താവിനെ US പ്രവേശനത്തിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തിയതായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ഇറാനിലെ ഏറ്റവും ശക്തനായ സൈനിക നേതാക്കളിൽ ഒരാളായിരുന്നു ഖാസിം സുലൈമാനി.